കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ നീ രാജ്യം വരണേ, അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ നീ രാജ്യം വരണേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 4-ാം വാക്യം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. അകാരണമായി തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ച ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ദാവീദ് പ്രതികാരത്തിലേക്കല്ല, മറിച്ച് തൻ്റെ സംരക്ഷകനും ന്യായാധിപനുമായ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും അപവാദം പറയുമ്പോഴും നമ്മൾ നേരിടുന്ന അനീതി ദൈവം കാണുന്നുവെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആളുകൾ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോഴും നമുക്ക് ദോഷം ആഗ്രഹിക്കുമ്പോഴും പ്രതികാരത്തിലല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ശക്തി ബലപ്പെടുന്നത്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ പ്രതികാരത്തെക്കുറിച്ചല്ല, സത്യം വെളിപ്പെടുത്താനും തിന്മയെ നിരാശപ്പെടുത്താനും നിരപരാധികളെ സംരക്ഷിക്കാനും ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, മറ്റുള്ളവർ നമുക്കെതിരെ എതിരിടുമ്പോൾ ദൈവത്തിൽ അഭയം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവരുടെ പദ്ധതികളെ തകർത്ത് കളയണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.